മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിച്ചേക്കും. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അഭിമന്യു കൊല്ലപ്പെട്ട് 8ാം വർഷത്തിൽ ആണ് കേസ് വിചാരണയിലേക്ക് എത്തുന്നത്. വിചാരണ നിർത്തിവെക്കണം എന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ കേസ് അങ്ങേയറ്റം രാഷ്ട്രീയമായി കൂടി കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. 2018 ആണ് അഭിമന്യു കൊല്ലപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് അതായത് മഹാരാജാസ് കോളേജിലെ ഒരു ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കം, കോളേജിനകത്തെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ആണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നതായിരുന്നു ഈ കേസിൻ്റെ ഏറ്റവും ഗുരുതരമായ സ്വഭാവം എന്നതാണ്. ഈ കേസിൽ ആകെയുള്ള പ്രതികൾ എന്നത് പ്രത്യേകിച്ച് ഈ പ്രതികൾ എല്ലാം തന്നെ നേരിട്ട് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായില്ല എങ്കിൽ പോലും പ്രതികൾ സഹായം ചെയ്തു, പ്രതികളെ ഒളിപ്പിക്കാനടക്കം സഹായം ചെയ്തു എന്നതുകൂടി ഉൾപ്പെടെ 26 പ്രതികളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പ്രതികൾ എന്നത് 16 പേർ ആണ്. ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ആയിരുന്നു എന്നതുകൂടിയാണ്. 2018 ജൂലൈ 2 അഭിമന്യു കൊല ചെയ്യപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രധാന പ്രതികളുമായി ബന്ധപ്പെട്ട് കുറ്റപത്രമൊക്കെ വായിച്ച് കേൾപ്പിച്ചതാണ്. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തകരാണ് പ്രതിപട്ടികയിലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി, അതായത് LDF അധികാരത്തിലിരുന്ന സമയത്ത് പോലും ഈ കേസിൽ വേണ്ടത്ര ആർജവമുണ്ടായില്ല. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമിയാണ് ചേരുന്നത്. നവമി, ഇന്ന് തന്നെ തീയതി അറിയാൻ സാധിക്കുമോ? എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അഭിലാഷ്, നിലവിൽ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ പ്രതികൾ കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ഇന്ന് തന്നെ വിചാരണ തുടങ്ങുന്ന തീയതി അറിയാനായി സാധിക്കും. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8 വർഷത്തിന് ശേഷമാണ് കേസിന്റെ വിചാരണയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. മുഖ്യപ്രതി മുഹമ്മദ് അടക്കം 5 പേരായിരുന്നു നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ അവർ പറയുന്നത് 17 മുതൽ 26 വരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാതെയാണ് വിചാരണ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണ നിർത്തിവെക്കണമെന്നായിരുന്നു ഈ പ്രതികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ആദ്യത്തെ 16 പ്രതികൾ മാത്രമാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിചാരണ തുടങ്ങുന്നതിൽ തടസ്സമില്ല. ഒപ്പം അനുബന്ധ കുറ്റപത്രം ഉടൻ തന്നെ നൽകുമെന്നുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ഇത് തെളിവ് നശിപ്പിക്കുകയും പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചവരുമൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അവരുടെ പ്രതിപട്ടിക ഉടനെ തന്നെ അത് ഉണ്ടാകും, അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും. അതുകൊണ്ട് വിചാരണ നേരിടുന്നതിൽ തടസ്സമില്ല, അല്ലെങ്കിൽ വിചാരണ ആരംഭിക്കുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും സെഷൻസ് കോടതി ഇന്ന് തന്നെ ഇതിൽ വിചാരണ എന്ന് ആരംഭിക്കുമെന്നതിൽ വിധി പറയും. നമുക്കറിയാം, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം, അല്ലെ വലിയ രാഷ്ട്രീയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സംഭവം കൂടിയായിരുന്നു. അതിനപ്പുറത്തേക്ക് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വളരെയേറെ വേദനിപ്പിച്ച ഒരു കൊലപാതകം കൂടിയായിരുന്നു അഭിമന്യുവിന്റേത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നടന്ന നാടകീയ നീക്കങ്ങൾ, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലടക്കമുണ്ടായ കാലതാമസം, ഇതെല്ലാം വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അഭിമന്യു കേസിൽ വിചാരണ എന്ന് ആരംഭിക്കുമെന്നത് എറണാകുളം സെഷൻസ് കോടതി വിധി പറയാനായി വെച്ചിരിക്കുന്നത്. അഭിലാഷ്, യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് നവമി ദിനേശ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.